ഇന്നത്തെ ഈ ഒരു വീഡിയോ വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ടൊന്ന് ജസ്റ്റ് കൺവേ ചെയ്യുന്നതിനാണ്. അതായത് തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ വളരെ മോശമായി ലഭിക്കുന്ന സ്പെയർ പാർട്സുകൾ മൂലം ഒരുപാട് പേര്, അതായത് പ്രത്യേകിച്ച് സർവീസ് ഇൻഡസ്ട്രിയിലുള്ളവർ കഷ്ടപ്പെടുന്നുണ്ട്. അവർ ജീവിതമാർഗം തന്നെ ഒരു ഇതായിട്ട് എടുത്തിട്ടുള്ള സർവീസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഇലക്ട്രോണിക്സിൻ്റെയൊക്കെ ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ വളരെ മോശമായി ബാധിക്കുന്ന ഒരു കാര്യം ആണ് ഇപ്പോൾ സ്പെയർ പാർട്സിൻ്റെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുന്നേ അദ്ദേഹം ഒരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുള്ള ആ ഒരു പോസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഉടനെ തിരിച്ചു വരാം. അപ്പോൾ ഈ ഒരു പോസ്റ്റ് കണ്ടല്ലോ, അദ്ദേഹം ഒരു ടി വി ടെക്നീഷ്യനാണ്. നമുക്കറിയാം, പണ്ട് കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇലക്ട്രോണിക്സിൻ്റെ റിപ്പയറിങ്ങിൽ വളരെയധികം ശോഭിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു നമ്മുടെ റേഡിയോ, ടി വി സർവീസിങ്ങും കാര്യങ്ങളും. ഇന്ന് വളരെ ചുരുക്കം, അറ്റം പറ്റ നിങ്ങൾക്ക് കാണാൻ സാധിക്കും CRT ടെലിവിഷൻസ്. പക്ഷേ വളരെ നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ വളരെ നന്നായിട്ട് കാലങ്ങളോളം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ടെലിവിഷൻസ് ഇപ്പോൾ സർവീസ് ചെയ്താലും അത് നിലനിൽക്കുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ കേടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 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 മൂല കാരണവും കാര്യങ്ങളും നമുക്കൊന്ന് വിശദീകരിച്ചു വരാം. അതേപോലെ തന്നെ നമ്മുടെ സർവീസിലും നമുക്ക് വന്നിട്ടുള്ള അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളും എല്ലാമാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്പെയർ പാർട്സുകൾ എന്ന് പറയുന്ന കാര്യത്തിന് യാതൊരു തരത്തിൽ, ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രി മാത്രമല്ല, ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ആണെങ്കിലും പല പേരുകളിലും പല ഇതിലുമാണ് ഓരോരോ, അതായത് ഐറ്റം ഒന്നാണെങ്കിലും പല പേരുകളിൽ പല ഇതിൽ അടിച്ചു വരുന്നു. പാക്കറ്റിലുള്ള ഒരു ഡിഫറൻസുകൾ മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം, ഈ വക കാര്യങ്ങൾ ചെക്ക് ചെയ്യാനോ അതിനൊക്കെയുള്ള ഒരു നല്ലൊരു ബോഡി നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഇപ്പോൾ ഒരു മെയിൻ പ്രശ്നം, മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഒരുപാട് ഐറ്റംസ് ഇവിടെ വന്നു ചേരുന്നുണ്ട്. അതൊന്നും തന്നെ എന്താ പറയുന്നത്, ഒട്ടും തന്നെ ഒരു ടെസ്റ്റിംഗ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവങ്ങളല്ല. അതായത് ഒരു പ്രോഡക്റ്റ് വെറുതെ മാനുഫാക്ചറിങ് ചെയ്ത് വിടുന്നതല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു ഡ്യൂറബിലിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രെങ്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിലയബിലിറ്റി, മെയിനായിട്ട് പറയുന്നത് റിലയബിലിറ്റി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ടെസ്റ്റിംഗ് മുഖേന മാത്രമേ നമുക്കത് ഇൻഷുർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇൻ കേസ് ഒരു ലബോറട്ടറി ടെസ്റ്റിംഗ് ആണെങ്കിൽ തന്നെയും അതിന് ഉള്ള ഒരു സർട്ടൻ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ മെഷർ ചെയ്ത് അത് കറക്റ്റ് ആയെങ്കിൽ മാത്രമേ ഉള്ളൂ ആ കാര്യം സർവൈവ് ചെയ്യുള്ളൂ. ഇത് ചുമ്മാ ഒരു പ്രൊഡക്ഷനിലിട്ട് ഒരു സാധനം നമ്മുടെ മാർക്കറ്റിലോട്ട് ഇറങ്ങുന്നു, ആ സാധനം വെച്ച ഉടനെ തന്നെ കേടാവുന്നു. അപ്പോൾ കംപ്ലയിൻറ്റ് കേൾക്കുന്ന ആൾക്കാണ് നന്നായി കൊടുക്കുന്ന ആൾക്കാർ, തനിക്ക് നന്നാക്കാൻ അറിയില്ല, അല്ലെങ്കിൽ അത് നന്നാക്കി ശരിയായില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഇതാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു ചായ കുടിച്ച് മാറുന്നതിൻ്റെ ആ ഒരു സമയം കൊണ്ട് ആ സാധനം കേടായി പോകുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കാര്യം നമുക്ക് ശരിക്കും മനസ്സിലാക്കി. ഞാൻ ഇതിനെപ്പറ്റി ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ സ്പെയർസിനെ പറ്റിയും, എന്താണ് ഇങ്ങനെ സ്പെയർ വരുന്നത്, എന്താണ് ടെസ്റ്റിംഗ്, എന്തൊക്കെ സർട്ടിഫിക്കേഷൻസ് വേണം, ഇതൊക്കെ ഒന്ന് ചെയ്ത് നിങ്ങൾക്ക് ഈ വീഡിയോസിലൂടെ ഒക്കെ പോയി കാണാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് അതായത് നമുക്കറിയാം, ഒരു ഇലക്ട്രോണിക്സിൻ്റെ ഒരു സ്പെയർ നിങ്ങൾ വാങ്ങാൻ നോക്കുമ്പോൾ പല കടകളിലും പല പ്രൈസാണ്. ഇപ്പോൾ ഞാൻ തന്നെ റെഗുലറായിട്ട്, ഞാൻ കോട്ടയംകാരാണ്, ഞാൻ തന്നെ റെഗുലറായിട്ട് വാങ്ങണ ഒരു കടയുണ്ട്, പേര് പറയാതെ തന്നെ അറിയാം. പക്ഷേ അവിടെയെല്ലാം വളരെ കൂടിയ ഒരു റേറ്റ് കൊടുത്താണ് നമ്മളത് സംഭവം അങ്ങനെ. പക്ഷേ നമുക്കൊരു എന്തുകൊണ്ട് അത് ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വേറൊരു ഓപ്ഷൻ, അതായത് എല്ലാം കിട്ടുന്ന ഒരു വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഓൺലൈനിൽ കൂടെ നമ്മൾ വാങ്ങുവാണെങ്കിൽ തന്നെ വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള മൂസർ ഇലക്ട്രോണിക്സ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിജിക്കി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താണ് പറയുന്നത് 1114, ഇതിൽ നിന്നൊക്കെ വാങ്ങാറുണ്ട്. വാങ്ങിയാലും അതിൻ്റെ ഒരു ലീഡ് ടൈം വളരെ കൂടുതലാണ്. നല്ല ക്വാളിറ്റിയുള്ള ടെസ്റ്റഡ് കഴിഞ്ഞ ഒരു സംഭവമാണ് അതിൻ്റെ അകത്ത് കിട്ടുന്നത്. പ്രൈസും കൂടുതലാണ്, എങ്കിലും അതിൻ്റെ ലീഡ് ടൈം വളരെ കൂടുതലാണ്. നമുക്ക് ഇങ്ങനെയുള്ള ഓപ്ഷനിലോട്ട് പോകണം. ഈവൻ ഒരു റെസിസ്റ്ററോ അല്ലെങ്കിൽ കപ്പാസിറ്ററോ എന്താണെങ്കിലും അതിന് ക്വാളിറ്റി വളരെ കുറവാണ്, നമുക്കറിയാം. പക്ഷേ ഈ ഒരു സാധനം വെച്ച് നമ്മൾ സർവീസ് ചെയ്ത് വിടുമ്പോൾ അതിന് പിന്നീട് ഒരു കംപ്ലയിൻറ്റ് വരുമ്പോൾ നമ്മളാണ് അതിന് പഴി കേൾക്കുന്നത്. മാത്രമല്ല, ആ വിലയിൽ കുറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ശരിക്കും ഒരു 100% മാർജിനിലാണ് ഇവർ വിൽക്കുന്നത്. സ്പെയർ പാർട്സിൻ്റെ കത്തി പിടിച്ച വില നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതല്ല. ഫോർ എക്സാമ്പിൾ, ഒരു സാധനത്തിന് 50 രൂപ വിലയാണെങ്കിൽ അത് ഓൺലൈനിൽ നോക്കി കഴിയുമ്പോൾ മാക്സിമം അതിൻ്റെ പ്രോഫിറ്റും കഴിഞ്ഞിട്ട് GST എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ പ്രൈസ് നോക്കുക. അത് ഒരു 75 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നു എന്ന് വിചാരിക്കുക. പക്ഷേ ഇതേ സാധനം നമുക്ക് 100, 125 അല്ലെങ്കിൽ 200 അല്ലെങ്കിൽ അത്ര ഒരു പ്രൈസ് ടാഗിൽ നമ്മൾ പോയി വാങ്ങുമ്പോൾ നമ്മുടെ ഒരു അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. പ്ലസ് GST കൂടെ വരുമ്പോൾ ഉള്ള അവസ്ഥ ആലോചിച്ച് നോക്കുക. വളരെ പരിതാപകരമായ ഒരു കാര്യമാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സർവീസിങ് ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പം നമുക്കൊരു ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അതായത് ഒരു നല്ലൊരു കമ്പനിയുടെ ഒരു പ്രോഡക്റ്റിൽ വരണ ഒരു ബോർഡ് നിങ്ങൾക്കറിയാം. അത് ഒരിക്കലും നമ്മുടെ ഈ പറഞ്ഞ പോലെ സർവീസിങ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഒരു കമ്പോണൻറ്റ് ബേസ് നമുക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം,
ഇവർ യൂസ് ചെയ്യുന്ന പ്രൊപ്രൈറ്ററി റൈറ്റ്സ് ഉള്ള കുറേ കമ്പോണൻസുകളാണ് ഇവർ യൂസ് ചെയ്യുന്നത്. കോമൺ ആയിട്ട് വരുന്ന നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ ഒരു 555 IC വെച്ചിട്ട് ഒരു പൾസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരു നല്ലൊരു കമ്പനി എടുക്കുമ്പോൾ 555 IC എന്നുള്ളത് യൂസ് ചെയ്യാതെ 555 പകരം വേറൊരു സ്റ്റാൻഡർഡൈസിങ് ആയിട്ടുള്ള കുറച്ചുകൂടെ ഫങ്ഷണാലിറ്റി കൂടിയ കുറച്ചുകൂടെ എന്താ പറയുക ലൈഫും കാര്യങ്ങളും കിട്ടുന്ന ഒരു IC ആയിരിക്കും അവർ യൂസ് ചെയ്യുക. ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞാൽ അതാ ഇതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു മൈക്രോ റിലേ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ മൈക്രോ റിലേ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാനത് ഈ വീഡിയോ കട്ട് ചെയ്തതിന് ശേഷം ഞാനതിന് കാണിച്ചു തരാം. സുഹൃത്തുക്കളെ, ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം അതാണ്. ഇതിപ്പോൾ ഈ ഒരു റിലേ, ഈ മൈക്രോ സ്വിച്ച് റിലേ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഈ റിലേയിൽ ഓൾറെഡി ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ. അതായത് 3 ആംപിയർ കാര്യങ്ങൾ, പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ അതായത് റൈറ്റ് സൈഡിൽ നിങ്ങൾ നോക്കുക, ഒരു ത്രികോണത്തിൽ കുറച്ച് ചെളി കാരണമാണ് അത് കാണാൻ പറ്റാത്ത, ത്രികോണത്തിലും അല്ല റൗണ്ട് ഷേപ്പിലും COC എന്നും അങ്ങനെ കുറേ സ്റ്റാൻഡേർഡ്സുകൾ കാര്യങ്ങൾ മെൻഷൻ ചെയ്തിരിക്കുന്നതാണ്, കാണുന്നുണ്ടല്ലോ. ചൈനയുടെ സാധനമാണെങ്കിൽ പോലും സ്റ്റാൻഡർഡൈസിങ് ആയതുകൊണ്ടാണ് അവരൊരു പ്രത്യേകം കോഡ് HF32 എന്നൊരു കോഡും കൊടുത്ത് അതിൻ്റെ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു റിലേയാണ്. അതാണ് ഒരു കമ്പനി അല്ലെങ്കിൽ OEM ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചർ യൂസ് ചെയ്യുന്ന ഒരു സാധാരണ റിലേയുടെ ഒരു കാര്യം. ഇനി ഞാൻ മാറ്റി വെച്ച ഒരു ബോർഡിൻ്റെ ഒരു റിലേ, നമുക്കിപ്പോൾ സാധാരണ കിട്ടുന്ന ഒരു റിലേ, ഒരു 24-ൻ്റെ ഒരു റിലേ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് ആകെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ നോക്കുക, ആംബിയർ, ആ കോൺടാക്റ്റുകൾ ഹാൻഡിൽ ചെയ്യുന്ന ആംബിയർ മാത്രമേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, ടെസ്റ്റഡ് കാര്യങ്ങളൊന്നുമില്ല. മാത്രമല്ല ഈ ഒരു റിലേയുടെ കാര്യം തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഈ റിലേ എന്നല്ല നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊരു സാധനത്തിനും ഒരു ഇൻറ്റഗ്രിറ്റി ഉണ്ട്. അതായത് ഈ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക്കിനൊരു ഇൻറ്റഗ്രിറ്റി ഉണ്ട്, ഇതിനുള്ളിൽ യൂസ് ചെയ്യുന്ന കോൺടാക്റ്റുകൾക്ക് ഒരു ഇൻറ്റഗ്രിറ്റി ഉണ്ട്, ഇതിനുള്ളിൽ ചുറ്റി വെച്ചിരിക്കുന്ന കോയിലിനൊരു ഇൻറ്റഗ്രിറ്റി ഉണ്ട്, അതെല്ലാത്തിനും ഒരു ലൈഫുണ്ട്. ഈ പ്ലാസ്റ്റിക്, അതായത് ഇങ്ങനെയുള്ള ഇതൊക്കെ ഒന്നും ശരിക്കും പറഞ്ഞാൽ വലിയ നല്ല സർക്യൂട്ടുകളിൽ യൂസ് ചെയ്യരുതെന്നാണ് പറയുന്നത്. കാരണം ഈ റിലേ ചിലപ്പം ബ്ലാസ്റ്റ് ആവാം, ചിലപ്പോൾ കത്തി ഉരുകി പിടിക്കാം. ഈ പ്ലാസ്റ്റിക്കിനൊന്നും അത്ര ഇതേ ഉള്ളൂ. അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ടെസ്റ്റിംഗ് നടത്തുന്ന ഒരു ലാബാണ് ശരിക്കും പറഞ്ഞാൽ അണ്ടർറൈറ്റേഴ്സ് ലബോറട്ടറി എന്ന് പറയുന്ന UL സർട്ടിഫിക്കേഷൻ. അപ്പോൾ പ്ലാസ്റ്റിക് ഇത് ടെസ്റ്റഡ് അല്ല, ഇതിൻ്റെ അകത്ത് കോൺടാക്റ്റുകൾ ടെസ്റ്റഡ് അല്ല, ഓവറോൾ ടെസ്റ്റിംഗ് ആവാത്തതുകൊണ്ടാണ് അവർ ഇതൊന്നും എഴുതാത്തത്. ഒരു പ്രോഡക്റ്റിൻ്റെ വില വരിക എന്ന് പറഞ്ഞാൽ ഈ സർട്ടിഫിക്കേഷനും കൂടെ ഉൾപ്പെടെയാണ് വില വരുന്നതുകൊണ്ടാണ് നല്ല സാധനങ്ങൾക്ക് അല്ലെങ്കിൽ നല്ല കമ്പനിയുടെ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് വില കൂടി വരാനുള്ള ആ ഒരു കാര്യവും. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനൊരു ചെറിയൊരു റിലേ ഒരു എക്സാമ്പിളായിട്ട് മാത്രം കാണിച്ചു എന്നേ ഉള്ളൂ. ഒരു റിലേയിൽ ഇത്രയൊക്കെ കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റെസിസ്റ്ററുകളിൽ, നമ്മൾ യൂസ് ചെയ്യുന്ന കപ്പാസിറ്ററുകളിൽ എല്ലാത്തിലും എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതേപോലെ തന്നെ ടെമ്പറേച്ചർ, ഇലക്ട്രോണിക് സാധനങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ പെർഫോമൻസ് ഇരിക്കുന്നത്. ഈവൻ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു റെഗുലേറ്റർ IC 5 വോൾട്ട് ഇന്ന പർട്ടിക്കുലർ ആയിട്ടുള്ള ആ ഒരു വോൾട്ടേജിൽ അല്ലെങ്കിൽ ഇന്ന താപം പുറപ്പെടുവിക്കും മാത്രമാണ് 5 വോൾട്ടേജിൽ 4.98 അല്ലെങ്കിൽ 5 വോൾട്ടേജ് നിൽക്കുന്നത്. അതിൻ്റെ താപനില കൂടും തോറും ഈ 5 വോൾട്ട് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലെയാണ് ഈ റെസിസ്റ്റർ ആയിക്കോട്ടെ, കപ്പാസിറ്റർ ആയിക്കോട്ടെ, എല്ലാം ആയിക്കോട്ടെ. കപ്പാസിറ്ററുകളിൽ തന്നെ ലോ ESR കപ്പാസിറ്ററുകൾ, ലീക്കേജ് കുറഞ്ഞ, ഹാർമോണിക്സ് കുറഞ്ഞ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ലോ ലീക്കേജ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ കപ്പാസിറ്ററുകളിൽ വലിയ ഹൈ DC ബസ് ഉള്ള സാധനങ്ങളിലൊക്കെ കപ്പാസിറ്ററിൻ്റെ ലീക്കേജ് ഇറ്റ്സെൽഫ് എന്താ പറയുന്ന ട്രിപ്പിങ്ങിലോട്ടും അല്ലെങ്കിൽ ആ ഒരു ഡിവൈസിൻ്റെ കേടാവുന്നതിലോട്ടൊക്കെ നയിക്കാറുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ റോങ് സെലക്ഷൻ ഓഫ് കമ്പോണൻസുകൾ, ഇതൊക്കെയാണ് നമുക്ക് ഈ പറയുന്ന ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ എല്ലാ സാധനവും യൂസ് ആൻഡ് ത്രോ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു പ്ലാൻഡ് ഒബ്സിലസൻസ് എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ്. അതായത് ഉണ്ടാക്കുന്നത് തന്നെ അത് കൊല്ലാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ ആ സാധനം ഇന്ന സമയം കഴിയുമ്പോൾ നശിക്കണം. അതായത് യൂസ് ആൻഡ് ത്രോ എന്നുള്ളൊരു ഓപ്ഷനിലായി മാറിയിരിക്കുന്നു എല്ലാം. അതുകൊണ്ടാണ് ഈ സാധനങ്ങളും സ്പെയർ പാർട്സുകളും കാര്യങ്ങളും ഒന്നും തന്നെ ഇപ്പം തന്നെ ചീപ്പായിട്ട് വരുന്നത്. ഇപ്പോൾ ഒരു CRT ടെലിവിഷൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പോസ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ CRT ടെലിവിഷൻ അതായത് നിർത്തിപ്പോയൊരു പ്രോഡക്റ്റാണ്. അതിലേക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഒരാൾ അതിലോട്ട് വരാത്തതിൻ്റെ കാര്യവും ഈ പറഞ്ഞ പോലെ ഇതാണ്. കാരണം അവർക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പം അതിന് പകരം വന്ന LED TV, ഇതിനൊക്കെ ഈ എല്ലാം ഒരു ബിസിനസ്സാണ്, എല്ലാം ഒരു ബിസിനസ് സ്റ്റാറ്റിക്സ് ആണ്. ഇപ്പം ഒന്നിനും ഒരു ലൈഫ് ആരും തന്നെ പ്രൊവൈഡ് ചെയ്യണമല്ലോ. പുതിയതായിട്ട് ഇറങ്ങുന്ന ഒരു പ്രോഡക്റ്റും ഈ പറഞ്ഞ പോലെ ഈവൻ കമ്പനികളുടെ പ്രോഡക്റ്റുകൾ പോലും നമുക്ക് ഈ പറഞ്ഞ 100% അഷുറൻസോടെ ഒന്നും വാങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഇലക്ട്രോണിക്സിൻ്റെ മാത്രമല്ല, ഇപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രികളും അല്ലെങ്കിൽ നമ്മുടെ ഹൗസ് ഹോൾഡ് അപ്ലയൻസസുകളും ഏതൊരു സാധനത്തിനും സംഭവിക്കുന്ന ഒരു കാര്യം ഇതാണ്. ആർക്കും വയ്യാത്തതുകൊണ്ടല്ല, പക്ഷേ ഇതൊക്കെ ഒരു വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്, അത് ബിസിനസ് തന്ത്രങ്ങൾ മാത്രമാണ് ഈ ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.